ഒന്നും പറയല്ല, ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി. ബറോസിന്റെ റിവ്യൂ പറഞ്ഞ് വൈറലായ പയ്യൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം, പറഞ്ഞ് പറയിപ്പിച്ചതാണോ അതോ സ്പോണ്ടേനിയസ് ആണോ എന്ന്. നിങ്ങൾ പറഞ്ഞ് പറയിപ്പിച്ചതാന്ന് പറഞ്ഞിട്ടൊക്കെ കമന്റ് ഒക്കെ കണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണോ അതോ സ്പോണ്ടേനിയസ് ആയി വന്നതാണോ? അല്ല, എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൈൻഡിൽ അത് കയറി വന്നൊരു സാധനമാണ്. ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്ന് സെക്കൻഡ് ഹാഫ് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞത്. അവസാനം അപ്പോഴേക്ക് പറയാൻ തോന്നി. ഞാൻ അങ്ങനെ ആദ്യം എന്നെ അവിടെ നിന്നപ്പോൾ ആദ്യമൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. പിന്നെ വേറെ ആരും വന്നിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ തോന്നി. അല്ലാണ്ട് ഞാൻ ലാലേട്ടർ അങ്ങനെ ആയിട്ട് എടുക്കുന്നത്. എനിക്ക് ലാലേട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഒരിക്കലല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ പണ്ടത്തെ സിനിമയാണെങ്കിലും എല്ലാം അടിപൊളി സിനിമയാണ്. പക്ഷെ പുള്ളിയുടെ ഒരു ആദ്യത്തെ ഒരു ഡയറക്റ്റ് ആയിട്ടൊരു സിനിമയാണെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടപ്പോൾ ഒരു ഇത് തോന്നി. സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടറെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വരുന്നൊന്നും പേടിയില്ലായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും ആലോചിച്ചില്ല ഇത് എത്രയും ഫേമസ് ആവും, ഇത്ര ഹേറ്റ് കമന്റ്സ് വരും, ഒന്നും ആലോചിച്ചില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞായിരുന്നു. അല്ലാതെ അബദ്ധം പറ്റിയാണോ? കൂട്ടുകാരെ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഫേമസ് ആയി. പിന്നെ ചില ആൾക്കാർ എന്തിനാണ് ഇത്ര മോഹൻലാലിനെ പറ്റി ഇത്ര പറയണ, പുള്ളി നല്ല ആക്ടറല്ല, അത് ഞാൻ സമ്മതിക്കാം. പക്ഷെ ആ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് അതാണ് പറയാൻ തോന്നുന്നത്. ഇല്ല, അത് ട്രെയിലർ കണ്ടപ്പോഴേ എനിക്ക് ചെറുതായിട്ട് അത് തോന്നി. ശരിക്കും ഉറങ്ങിയോന്ന് ചോദിച്ചാൽ എല്ലാവരും പറയണ്ടേ ഉറങ്ങി. പിന്നെ എങ്ങനെ നീ സിനിമയുടെ ഇത് പറയണേന്ന് ചോദിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനിൽ ചെറുതായിട്ടൊരു 5 മിനിറ്റ് 2 മിനിറ്റ് അങ്ങാണ്ടൊക്കെ ഉറങ്ങി. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു ഇതിനെ മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. അല്ലാണ്ട് അപ്പൊ പടം ഇഷ്ടമായോ? ഒരു ആവറേജ് പടം ആണ്, കുഴപ്പമില്ല. ലാലേട്ടന്റെ വരും സിനിമകളൊക്കെ ഇനി ഫസ്റ്റ് ഷോ പറഞ്ഞ് റിവ്യൂ പറയാൻ നോക്കുന്നുണ്ടോ? അങ്ങനെയാണ് കാണാൻ പോവാണെങ്കിൽ പറ്റും. ഇപ്പൊ എമ്പുരാൻ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് ഞാൻ. എല്ലാം നല്ല മാസം ഇടാറുണ്ട്. ആ ലൂസിഫർ ഇറങ്ങിയപ്പോ എന്ത് പൊളിയായിരുന്നു. പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബറോസ് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? ബറോസ് ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള അങ്ങനെയല്ല, അതിനകത്ത് ഭയങ്കര ലാഗാണ്. ഒരു നല്ലൊരു കഥ നീട്ടി വലിച്ചിട്ടിട്ട് ഭയങ്കര ലാഗ് പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ ആണെങ്കിലും കൊള്ളൂലായിരുന്നു. ഹോണസ്റ്റ് റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഇത്ര ഹേറ്റേഴ്സ്. അപ്പൊ ഹോണസ്റ്റ് റിവ്യൂ പറയാൻ പേടിയുണ്ടോ? ചെറുതായിട്ട്. ഇനി എങ്ങനെ പടം കണ്ടിട്ട് എന്ത് ഫീൽ ഞാൻ ഇപ്പൊ എങ്ങനെ പടം ഉണ്ടെന്ന് ഇപ്പൊ എന്തായാലും ചോദിച്ചാൽ ആവറേജ് കുഴപ്പമില്ല അങ്ങനെയാണെന്ന് എനിക്കിപ്പോ പറയാനുള്ളൂ. അല്ല, അപ്പൊ സാധാരണ ഒരു പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണ്ടേ? ശരിയാണ്.